അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക എന്നുള്ള അക്ഷരവും ആ എന്ന സ്വരചിഹ്നവും ഈ എന്ന സ്വരചിഹ്നവും വെച്ചിട്ട് വാക്കുകൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇതിലൂടെ നമുക്ക് കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനൊക്കെ കഴിയും. അപ്പം നമുക്ക് നോക്കാം. ഇത് ഏതക്ഷരമാണ്? ക എന്ന അക്ഷരം. വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമാണ്. ക എന്ന അക്ഷരത്തിന്റെ കൂടെ ഞാൻ ക എന്ന അക്ഷരം ചേർത്തപ്പോൾ എന്താ വായിക്കുക? കക്ക എന്നായി. എന്താണ്? കക്ക. ഇത് ക എന്നതിൻ്റെ ക എന്ന് ഇരട്ടിപ്പിച്ച് പറയണം. എങ്ങനെ പറയണം? ക. ഇതാ കണ്ടോ ഇവിടെ ഒരു ചിഹ്നം. ഈ ചിഹ്നം ചേർന്നാൽ ക എന്ന് വായിക്കണം കേട്ടോ. കക്ക. ഈ കക്ക എന്ന വാക്കിൻ്റെ നടുവിൽ ഞാനൊരു സ്വരചിഹ്നമായ ആ എന്ന ചിഹ്നം ചേർത്തു. അപ്പൊ എന്താ വായിക്കുക? കാക്ക. എന്താ വായിക്കുക? കാക്ക. ഞാൻ ക എന്നുള്ള അക്ഷരത്തിന് ഒരു ഈ എന്ന ചിഹ്നം ഇട്ടു. എന്താ വായിക്കുക? കാക്കി. എന്താ വായിക്കുക? കാക്കി. കായുടെ കൂടെ ഒരു ഡ എന്ന അക്ഷരം ചേർത്തപ്പോ എന്താ വായിക്കുക? കട. എന്താണ്? കട. ഇനി ഞാൻ കട എന്ന വാക്കിന്റെ നടുവിലായി ആ എന്നുള്ള ഒരു സ്വരചിഹ്നം ചേർത്തു. ഇപ്പൊ എന്താ വായിക്കുക? കാട. എന്താണ്? കാട. ഇപ്പൊ ഞാൻ ഈ സ്വരചിഹ്നം കണ്ടെടുത്തു. എന്നിട്ട് ഡ എന്ന അക്ഷരത്തിന് ഈ എന്ന സ്വരചിഹ്നം ചേർത്തു. അപ്പൊ എന്താ വായിക്കുക? കടി. എന്താ വായിക്കുക? കടി. ഇനി നോക്കിക്കേ, ഇപ്പൊ എന്താ വായിക്കുക? കടല എന്ന് വായിക്കും. എന്താ വായിക്കുക? കടല. 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 ഇനി ഡ എന്ന അക്ഷരം എടുത്തിട്ട് ഇവിടെ ഞാൻ ഈ എന്ന ചിഹ്നം ചേർത്തു. ഇപ്പൊ എന്താ വായിക്കുക? കലി. എന്താ വായിച്ചേ? എന്താ വായിക്കുക? കലി. എന്താ വായിക്കുക? കലി. ഇതുപോലെ കുട്ടികൾക്ക് ബേസിക് അറിയാൻ ഈ ക്ലാസ് ഫോളോ ചെയ്തോളൂ.